ഇപ്പൊ ഈ ബി ഹാപ്പി പറഞ്ഞിട്ടുള്ള ഫാമിലി ഇല്ലേ, ആ ഫാമിലി ഞാൻ ഉണ്ടാക്കിയെടുത്തത് തലൂര് വീട്ടിൽ നിന്നാ. ഒരു ഫ്രണ്ടിന്റെ ഒരു കോളിൽ നിന്നാണ് തുടങ്ങിയത്. ആ കാര്യം നമ്മളുടെ കാർഷികോൽപ്പന്നം കൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമുക്ക് 2 രൂപയും 3 രൂപയാണ് വില കിട്ടുന്നത്. നമുക്ക് ഒന്നും ആലോചിക്കാൻ സമയമില്ല, നമ്മൾ ബിസി ആയിട്ടിരിക്കുക, നമ്മളെ ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. 10ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നവരൊക്കെ കോളേജിൽ പോണ സമയത്ത് ഞാൻ വഴിയോരത്ത് പച്ചക്കറി വിൽക്കുകയായിരുന്നു. നമ്മളെ ബാധിച്ചിട്ടില്ലേ, നമുക്കന്ന് വലിയ സങ്കടമൊന്നും തോന്നിയില്ല. കാരണം നമ്മളുടെ അവസ്ഥ അങ്ങനത്തെയാണ്. അന്ന് പ്രണയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, നല്ല ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾ. ഹലോ, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് മൈ ചോയ്സ്. ഇന്ന് എൻ്റെ കൂടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ബി ഹാപ്പി വിത്ത് ശ്രീജ ചേച്ചിയും ഫാമിലിയുമാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. വെൽക്കം ടു ദി ഷോ. ഇന്ന് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ചേച്ചിയും മോനും അതുപോലെ തന്നെ ചേട്ടനും നമ്മളോടുകൂടി ഒരു ഇന്റർവ്യൂവിന് ഓക്കെ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് നാള് പിന്നാലെ നടന്ന് ചോദിച്ച് അവസാനം ഒരു ഡേറ്റ് കിട്ടിയതാണ്. സന്തോഷം. വന്നപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു കാര്യം വീടാണ്. നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങാം. ഭയങ്കര അടിപൊളിയായി, ഭയങ്കര ഇന്റീരിയർ ആണെങ്കിലും അതുപോലെ തന്നെ പുറത്തെ ഗാർഡൻ ആണെങ്കിലും എല്ലാം ഭയങ്കര പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ല അടിപൊളി ഹോം. വീടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. വീടിനെ കുറിച്ച് ഭാഗ്യം പറയുന്നതായിരിക്കും നല്ലത്. വീടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ കണ്ടതൊക്കെ തന്നെ വീട് അല്ല, വീട് എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു സ്വപ്നമായിരുന്നു. അത് എന്നേക്കാളുപരി ഭാഗ്യന്റെ സത്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വരുമ്പോ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യന്റെ ബാല്യം തൊട്ടേ പറഞ്ഞു വരേണ്ടി വരും. അത് ചിലപ്പോൾ നമ്മുടെ ചാനലിന്റെ പ്രേക്ഷകർക്ക് അതൊരു പുതുമയായിരിക്കാം, പക്ഷെ ബി ഹാപ്പി ഫാമിലിയുടെ ചാനലുകാർക്ക് അത് ഞങ്ങളുടെ ഫാമിലി അംഗമാണ്. ഇപ്പൊ നമ്മുടെ 4.5 ലക്ഷം ഫാമിലി എന്ന് പറയുന്നത് ഞങ്ങളുടെ കഥകളൊക്കെ അറിയാവുന്ന, ഡേ ടു ഡേ ലൈഫിലത്തെ വിശേഷങ്ങളൊക്കെ അറിയാവുന്നവരാണ് അവർക്കതൊരു പുതുമയായിരിക്കില്ല. പക്ഷെ പുറമേ നിന്നൊരാൾക്ക് നോക്കുമ്പോൾ നമ്മുടെ സത്യം പറഞ്ഞ ഒരു ഭാഗ്യന്റെ ജീവിതം ഒരു വലിയ സ്റ്റോറി തന്നെയാണ്. അപ്പോ ആളുടെ ഒരു സ്വപ്നത്തിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. വാടക വീട്ടിലായിരുന്നു ഒരു 6 വർഷം. അത് കഴിഞ്ഞൊരു ഞങ്ങൾക്കൊരു കുഞ്ഞു വീടുണ്ടായിരുന്നു. അവിടെ നിന്ന് വളരെ ചെറിയൊരു വീട്, ഒരു കിളിക്കൂട് പോലൊരു മുറ്റത്ത്, ഈ ഇപ്പൊ നിങ്ങൾ വന്ന് കയറിയപ്പോ കണ്ട മുറ്റത്തൊരു വീടുണ്ടായിരുന്നു. അവിടെ 2 വർഷം താമസിച്ച് ഞങ്ങള് അങ്ങനെ എന്താ പറയാ, ഞങ്ങളെ സ്വപ്നം കൊണ്ട് പണിതൊരു വീടാണ്. മാരേജിന് ശേഷം വാടകയ്ക്കായിരുന്നു ഫസ്റ്റ്? അല്ല, മാരേജിന്റെ സമയത്ത് നമുക്ക് വീടുണ്ടായിരുന്നു. പക്ഷെ നമ്മള് തൊഴിൽ സംബന്ധമായിട്ട് വേറെ സ്ഥലത്തായതുകൊണ്ട് അവിടെ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് മാത്രം. ഡെയിലി പോയി വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിനുശേഷം ചേച്ചി ഇൻഫ്ലുവൻസർ ആയതിനു ശേഷമാണോ വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്? ഇൻഫ്ലുവൻസർ ആയതിനു ശേഷമാണ്. നമ്മളിപ്പോ 2 വർഷം ആവണേ ഉള്ളൂ വീട്ടിലേക്ക് വന്നിട്ട്. വീട് പണിയാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ഒരുപാട് നാളത്തെ ആലോചനയും പ്ലാനിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? വീടിനെ കുറിച്ച് ഞാൻ പറയുന്നേക്കാൾ അധികം ഭാഗ്യനായിരിക്കും പറയാൻ പറ്റുക. ഭാഗ്യന്റെ വലിയൊരു സ്വപ്നമാണ് വീടായിരുന്നത്. അപ്പൊ നമ്മള് വീട് പണിയാനായി പ്ലാൻ ചെയ്യും. നമുക്ക് ഒരുപാട് നാളത്തെ സ്വപ്നമാണ് നമ്മുടെ വീട്. പക്ഷെ എന്നിരുന്നാലും വീട് പണിയാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നാള് പ്ലാൻ ചെയ്ത് ഒരുപാട് സജഷൻസ് ഒക്കെ എടുത്ത് ഒന്നുമില്ല. പെട്ടെന്ന് തോന്നി. വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് മാറേണ്ട ഒരു അവസ്ഥ വന്നു. അവിടുത്തെ അതിൻ്റെ ഓണർ മരിച്ചു. പിന്നെ അതിൻ്റെ മക്കൾക്കായി അവകാശം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ അവിടെ നിന്ന് മാറേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ നമുക്കൊന്നൊരു വീട് പണിയിൽ ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് വീട് പണി ഇവിടെ ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറുകയും ചെയ്തു. ഇവിടെ 2 വർഷത്തോളം നമ്മളിവിടെ നിന്നുകൊണ്ടാണ് ഇവിടെ വീടിൻ്റെ പണി ആരംഭിച്ചത്. ശരി, ഇവിടെ താമസിച്ച് തന്നെയാണ് വീട് പണി നടത്തിയത്. അതെ, വീട് എന്നുള്ളത് നമുക്ക് വലിയൊരു സ്വപ്നമാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് വീട് പണിയാം എന്നുള്ളത് പെട്ടെന്ന് ഒരു ദിവസം എടുത്ത തീരുമാനാ. അതായത് കാലത്ത് എനിക്ക് പൊതുവെ തലൂര് വിട്ടു പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളുടെ വീട് തൃശ്ശൂർ ജില്ലയിൽ തലൂര് എന്നുള്ളൊരു എന്താ പറയാ ഒരു സ്ഥലത്ത് നമ്മുടെ ഷോപ്പ് ബിസിനസ് ആയിരുന്നു. അപ്പൊ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ നമുക്ക് ഇവിടേക്ക് വല്ലൂർക്ക് വരണമെങ്കിൽ കുറെ ദൂരമുണ്ട് നമ്മുടെ വീട്ടിലേക്ക്. 20 കിലോമീറ്ററോളം ഉണ്ട്. അപ്പൊ ആ സമയത്ത് എന്നെ ഇവിടെ നിർത്തിയിട്ട് ചേട്ടൻ ഇന്നും പോയി വരണം, തലൂർക്ക് പോയി വരണം. അപ്പൊ വഴി അത്ര സേഫ് അല്ലല്ലോ, നിങ്ങൾ വന്ന് കണ്ടില്ലേ. അപ്പൊ കുറെ ദൂരം പോയി വരേണ്ട സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചേട്ടൻ പറഞ്ഞാണ് നമുക്ക് കടയർ എടുത്തന്നൊരു വാടക വീട് എടുക്കാന്ന്. സത്യം പറഞ്ഞാ ഇപ്പൊ ഈ ബി ഹാപ്പി പറഞ്ഞിട്ടുള്ള ഫാമിലി ഇല്ലേ, ആ ഫാമിലി ഞാൻ ഉണ്ടാക്കിയെടുത്തത് തലൂര് വീട്ടിൽ നിന്നാണ്. നമ്മുടെ വാടക വീട്ടിൽ നിന്ന് പെയിന്റ് അടിച്ചും അവിടുത്തെ കണ്ടന്റുകള് നമ്മുടെ ഷോപ്പ്, നമ്മുടെ KMB വെജിറ്റബിൾസ് തലൂരുള്ള ഷോപ്പ്. അപ്പൊ ആ തലൂര് വീട്ടിലത്തെ കണ്ടന്റുകളും നമ്മുടെ പച്ചക്കറി കട, ഞാൻ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡുകള്, അങ്ങനെ ഒക്കെ ഉൾക്കൊള്ളിച്ച് ഡേ ഇൻ മൈ ലൈഫിലൂടെയാണ് നമ്മളിങ്ങനെ എന്താ പറയാ ഒരു ചാനലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്.
അപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തലൂര് വിടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പേഴ്സണലി. അപ്പൊ ഏട്ടൻ എന്നോട് ചോദിച്ചാൽ എന്താ മോനെ നമുക്ക് വേറെ വീട് എടുക്കല്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് വല്ലൂർക്ക് പോയേട്ടാ. സ്ഥലം മുഴുവൻ ഇവിടെയാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് സ്ഥലങ്ങൾ മുഴുവൻ ഇവിടെ ഈ ചുറ്റുവട്ടത്ത് തന്നെയാണ്. അപ്പൊ പിന്നെ ഇവിടെ കൃഷി ചെയ്യാ, ഇവിടേക്ക് നമുക്ക് വരാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ കാടായി മാറും. ശരിയാ, വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ ഒരു ഗാർഡൻ എന്നതിലുപരി നമ്മളൊരു പച്ചക്കറി തോട്ടാണ് കാണുന്നത്. വീട്ടിലാണെങ്കിൽ ഈ വേനൽക്കാലായ കാരണത്തിൽ നല്ല ഭംഗിയിൽ നിന്നായിരുന്നതാ. ഇപ്പോ നല്ല വെയിലായ കാരണമാണ് ഇപ്പൊ അത് ലാസ്റ്റ് ആയി തുടങ്ങി. അല്ല, ഇതിനൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കുന്നത് ആരാ? ചേച്ചിയാണോ ചേട്ടനാണോ? രണ്ടുപേരും. ഇപ്പൊ നമ്മളുടെ പിൻഭാഗം കണ്ടില്ലേ, ഇപ്പൊ ഇത്ര ഈ വേനൽക്കാലത്തും നമ്മള് ഫുള്ള് കൃഷിയായിട്ട്. പക്ഷെ നമുക്ക് കൃഷി ചെയ്യണേക്കാൾ ഉപരി ലാഭകരം ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ചെയ്യാനാണ്. പക്ഷെ എന്നാലും നമുക്ക് ആ കൃഷിയോടുള്ള താല്പര്യത്തിന്റെ പുറത്താണ് നമ്മൾ കൃഷിയിൽ കൂടുതൽ സമയം. അത് അങ്ങനെ ഒരു കൃഷി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലേക്ക് പച്ചക്കറി ഉപയോഗിക്കാം, വിഷമില്ലാത്ത പച്ചക്കറി കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ തുടങ്ങിയതാണോ? ഒരിക്കലും അല്ല, നമ്മൾക്ക് ബിസിനസ്സാണ് വെജിറ്റബിൾ. ഞങ്ങള് പരസ്പരം മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാ. ഇപ്പൊ ഇപ്പൊ കൃഷി ചെയ്യുന്ന സമയത്ത് ഏട്ടൻ കൃഷിയിൽ ഇറങ്ങിയാലും എവിടെ എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഫുഡ് ഞാനാണ് ഉണ്ടാക്കുക. നമുക്കിവിടെ ഹോട്ടൽ സൗകര്യങ്ങളില്ല. ചില ദിവസങ്ങളിൽ 10-12 പേര് പണിക്കാരൊക്കെ 12 പേര് ഒരു നേരം പണിക്കുണ്ടാവും. അതായത് കാലത്തെ കഞ്ഞി 12 ആൾക്ക് കൊടുക്കണം, 12 ആൾക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം, 12 ആൾക്ക് വൈകുന്നേരം നമ്മൾ ചായ കൊടുക്കണം. അപ്പൊ അത്രയും അത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്കത് ഭയങ്കര എൻജോയ്മെന്റ് ഉള്ള സമയം. ഭയങ്കര എന്താ പറയാ, ഞാനത് പണ്ടും നമ്മുടെ കടയിലേക്കും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തിരുന്നത്. നമുക്ക് സ്റ്റാഫുകൾക്ക് നമുക്ക് ഒന്നും ആലോചിക്കാൻ സമയമില്ല. നമ്മൾ ബിസി ആയിട്ടിരിക്കുക, നമ്മളെ ഫുൾ ടൈം എൻഗേജ്ഡ് ആണ് ലൈഫിൽ. നമുക്ക് അതില്ല ഇതില്ല ഒന്നിനെ കുറിച്ച് റിഗ്രറ്റ് ചെയ്യാൻ സമയമില്ല. കാരണം ഇത് കഴിയുമ്പോൾ അടുത്ത ഫുഡ് ഉണ്ടാക്കണം, എന്റെ ചാനലിന്റെ എഡിറ്റ് ചെയ്യണം, കടയിലത്തെ കാര്യങ്ങൾ എന്തായി, ഏട്ടന്റെ കാര്യങ്ങൾ എന്തായി, മോന്റെ കാര്യങ്ങൾ എന്തായി. അപ്പൊ അങ്ങനെ രണ്ടാളും കോംപ്ലിമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ചാനൽ കൊണ്ടുനടക്കലായാലും ബിസിനസ് കൊണ്ടുനടക്കലായാലും ഒക്കെ രണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യും, രണ്ടുപേരും. അതുപോലെ തന്നെ ആൾക്കും ഞാൻ ഒരു ചെയ്യട്ടെ പിന്നെ കൃഷി ഇറക്കട്ടെ എന്ന് വെക്കുമ്പോ ആട്ടം തുടങ്ങാട്ടാ വിജയിക്കുക പറയുന്ന പറയുമ്പോ അതിപ്പോ പോയി കിട്ടി അങ്ങനെ ഒരു നമുക്കിങ്ങനെ ഒരാള് നമ്മുടെ അങ്ങനെ കൂടെ ഇങ്ങനെ കൈപിടിക്കാനുണ്ടെങ്കിലേ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ജീവിതത്തില് റിലാക്സ്. എന്റെ മോൻ എന്തെങ്കിലും ചോദിക്കട്ടെ നിങ്ങള് മോന്റെ അടുത്ത്? ഞങ്ങള് അവസാനം ഫുൾ ടൈം മോന് വേണ്ടി മാറ്റി വെച്ചിരിക്കും. കാരണം മോൻ എന്ന് പറഞ്ഞ ഭയങ്കര സ്മാർട്ടായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുട്ടിയാണ്. നമ്മൾ വരുമ്പോ തന്നെ നമ്മളെ എല്ലാ വീട് മുഴുവൻ കൊണ്ടുപോയി കാണിച്ചു. നമ്മളെ ഭയങ്കര എന്താ പറയാ, അത് ആ ഒരു ചേച്ചി പറഞ്ഞു കൊടുത്ത ആ ഒരു ചിട്ടയുടെ ഒരു ശീലമായിട്ട് അവൻ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അവന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾ അവസാനത്തേക്ക് മാറ്റി വെച്ചേക്കാം. പിന്നെ അമ്മയ്ക്കും അച്ഛനുള്ള ചോദ്യങ്ങളാണെങ്കിൽ പോലും മോൻ അതിൽ ഫുൾ എൻഗേജ്ഡ് ആണല്ലോ. എല്ലാ ക്വസ്റ്റ്യൻസും കൂടുതൽ ശ്രദ്ധിക്കുന്നത് മോനാ. അവനാണ് സത്യം പറഞ്ഞ നമ്മുടെ ഒരു ബാക്ക് ബോൺ. ഇപ്പൊ നല്ല ഒരു ശ്രീകുട്ടൻ എനിക്ക് തോന്നുന്നു ഒരു 2-3 വയസ്സുള്ളപ്പോഴാണ് തോന്നുന്നു നമ്മള് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ സമയത്തൊക്കെ കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല വാശിയൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ പ്രചോദനം. ചാനൽ തുടങ്ങാൻ വന്നിരുന്ന് എന്റെ കൂടെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ ഇരുന്ന് ആള് സംസാരിക്കും. അപ്പൊ ആള് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളാ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ചേച്ചി പറഞ്ഞു ചേട്ടന് പച്ചക്കറി കൃഷി, എനിക്ക് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞു. നമ്മുടെ വീഡിയോസിലൊക്കെ നമുക്ക് കാണാമല്ലോ, ഇപ്പൊ പച്ചക്കറി കൃഷി ചെയ്യണം അല്ലെങ്കിൽ ചേട്ടന്മാർക്ക് ഇപ്പോൾ പണിക്കാരുണ്ടാവും എന്ന് പറഞ്ഞു, 10 പേര് പണിക്കാരുണ്ടാവും. അപ്പൊ ആ പണിക്കാർക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമിലാണെങ്കിലും നമ്മൾ അതിന്റെ ഇടയിൽ ഒരു വീഡിയോ എടുക്കുക, അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പൊ ചാനൽ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അറിയാം എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവരൊരു കണ്ടന്റ് കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മളൊരു കമന്റ് ഇരുന്ന് വായിച്ചിട്ട് അതിനെ റിയാക്ട് ചെയ്യോ, അല്ലെങ്കിൽ നമ്മള് കാലത്ത് ഒരു 5 മണിക്ക് എണീറ്റിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 1 മണി വരെയൊക്കെയാണ് എന്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. വെളുപ്പിന് 1 മണി എന്നുള്ള കാര്യല്ലേ? അതെ, 1 മണി 2 മണിയൊക്കെ ഉറങ്ങുമ്പോ എല്ലാ കാര്യങ്ങളും ആള് തന്നെയല്ല ചെയ്യണത്. ക്യാമറയും എഡിറ്റിങ്ങും അല്ല വീട്ടിലത്തെ ജോലികളാണ്. പിന്നെ ഒരു ഇപ്പൊ ചെടിത്തോട്ടം നന്നാക്കണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആളെ ഒറ്റയ്ക്കാണ് അത് മുഴുവൻ ചെയ്യുക. അതിനൊരു ജോലിക്കാരെ വെച്ചിട്ട് അല്ലെങ്കിൽ വീഡിയോ പിടിക്കുന്ന നേരത്ത് മാത്രം ആളായിട്ടല്ല, ഫുൾ അതിന്റെ എങ്ങനെയാണോ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നത് ഫ്രഷാക്കി കൊണ്ടുപോയിക്കുന്നത് അതെല്ലാ പണികളും ആള് തന്നെ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ കാര്യങ്ങളിൽ പിന്നെ നമ്മളെ ഉൾപ്പെടുത്താറില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് നല്ല സങ്കടം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സങ്കടം ഉണ്ടെങ്കിൽ നാളെ കൊണ്ട് ഞാൻ ക്യാമറയിൽ വരും. അല്ല, നമുക്കെല്ലാം കൂടി നടക്കില്ല. ഇവിടെ ഒരു കാര്യം ശരിയാകുമ്പോ
ഒരു വശത്ത് വേറൊരു ഞാൻ കാര്യം പരാതിയൊക്കെ പറയും കേട്ടോ നന്നായിട്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട്, ഞങ്ങളുടെ പോലെയുള്ള വ്ളോഗേഴ്സിന്റെ പോസിറ്റീവായിട്ടുള്ള സൈഡ് മാത്രമേ കാണാം. അതിനുള്ളിൽ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ പിന്നിൽ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നുണ്ടാവും. അതുപോലെ ഭാഗ്യനെ ഞാൻ പറയാറുണ്ട്, മോന്റെ കാര്യം നോക്കില്ല, എനിക്ക് അത് ചെയ്തെന്നില്ല ഇത് ചെയ്തെന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കറിയാം, നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് ഭാഗ്യന് ഇന്ന തിരക്കുകളുള്ള കാരണം കൊണ്ടാണ് ഭാഗ്യന് എനിക്കത് ചെയ്തു തരാമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് ഒരു കല്യാണത്തിനൊക്കെ ഞാൻ വിളിച്ചാൽ ചെന്നില്ലെങ്കിൽ ഭാഗ്യനെ അറിയാം ഇന്ന സമയത്ത് ഇന്ന കാര്യം സബ്മിറ്റ് ചെയ്യാനുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്കുകളുള്ള കാരണം കൊണ്ടാണ് ആള് വരാണ്ടിരുന്നതെന്ന് ആൾക്കും അറിയാം. അപ്പോ എല്ലാ റിലേഷൻഷിപ്പിന്റെ ഉള്ളിലും ഇതിപ്പോ ഇപ്പൊ ഒരു കണ്ടന്റ് തയ്യാറാക്കുന്ന ആളല്ല, വേറെ ഏത് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും ഈ മുന്നോട്ട് പോക്കുണ്ടല്ലോ, നമ്മളിങ്ങനെ ജീവിച്ച് തീർക്കണതിന്റെ വലിയൊരു ഇതെന്ന് പറയുന്നത് പരസ്പരം എന്തെങ്കിലുമൊക്കെ വിട്ടും കൊടുത്തും പിന്നെ മനസ്സിലാക്കിയും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകല. അല്ലെങ്കിൽ അത് എനിക്ക് തോന്നുന്നു വർക്കൗട്ടാവില്ല. ഇന്നില്ലാത്ത ഒരു സമൂഹം, ഇന്നത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളിൽ ഇല്ലാത്ത ഒരു കാര്യം മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ പരസ്പരം വിട്ടുകൊടുക്കുക, പരസ്പരം എന്തെങ്കിലും കാര്യത്തിന് കുറ്റപ്പെടുത്താണ്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ശരി, മോൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ വീഡിയോസ് എടുക്കാനോ? മോന്റെ ഹെൽപ്പ് എന്ന് പറഞ്ഞാ ആള് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണ ആളാ. എപ്പോഴും ഉണ്ടാവും, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഏരിയ കണ്ടില്ലേ ഇപ്പൊ വന്നപ്പോ, ഇതിനുള്ളിൽ നമുക്ക് വേറെ ആരും ഹെൽപ്പിനില്ലല്ലോ. ഇവിടെ നിന്ന് ഇപ്പൊ ചേട്ടന്മാര്, പണിക്ക് വരുന്ന ചേട്ടന്മാരുണ്ടാവും, ഞാനുണ്ടാവും, ശ്രീകുട്ടൻ ഉണ്ടാവും. അവർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കണതും വെള്ളം കൊണ്ടു കൊടുക്കണതും അല്ല, നമ്മുടെ ചാനലിലുള്ളവർക്ക് അറിയാം ശ്രീകുട്ടൻ എങ്ങനെയാന്ന്. എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുന്ന ഒരാളാ. പഠിക്കാൻ പോവാത്ത സമയമൊക്കെ അമ്മേടെ അടുത്തുണ്ടാവും. അമ്മ മോനാണോ അച്ഛൻ മോനാണോ? അമ്മേനെയാണോ അച്ഛനാണോ? അച്ഛൻ ശ്രീകുട്ടന്റെ അച്ഛനാണ് ഏറ്റവും ഇഷ്ടം. എന്താ ഇഷ്ടം പറയാ? ഞാനൊക്കെ ഇത് കൊറേ ചോദിച്ചിട്ടുള്ള ചോദ്യ. ആൾക്ക് അച്ഛനും അമ്മയും ഒരുപോലെയാണ്. അതില് ചിലപ്പോ കൊറേ പ്രാവശ്യം ചോദിക്കുമ്പോ കൊറേ ചോദിക്കുമ്പോഴേ ഒരു തുണ്ട് ഒരു മുടി നാലിടക്ക് സ്നേഹം കൂടുതൽ അച്ഛനോട് ഉണ്ട് എന്ന് പറയാള്. അതെന്താ അച്ഛൻ ചീത്തയൊന്നും പറയില്ല? പിന്നെ എന്നാലും അച്ഛനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണം എന്താ? എന്നാലും അമ്മേനെക്കാട്ടും ഒരു പൊടിക്ക് ഇഷ്ടം അച്ഛനോട് തോന്നാൻ കാരണം എന്താ? എവിടെ പഠിക്കണേ? എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 4th സ്റ്റാൻഡേർഡ്. എവിടെ പഠിക്കണേ? ഭവൻസിൽ. ശരി ചേച്ചി, ബൈ പ്രൊഫഷൻ നേഴ്സാണ്, ബൈ പാഷൻ ഡാൻസറാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ആ ഒരു പ്രൊഫഷൻ വിട്ടിട്ട് പാഷനിലേക്ക് കടക്കാൻ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില കാര്യങ്ങളിൽ ഞാനും ഭാഗ്യനും യോജിച്ചു പോകാറില്ലേ, വഴക്കുണ്ടാക്കുന്നു. ആ ഒരു കാരണം. ആൾക്ക് ജോലിക്ക് പോകാനായിരുന്നു കൂടുതൽ ഇഷ്ടം. കൂടുതലല്ല, ആൾക്ക് ഇഷ്ടം അതാണ്, ജോലിക്ക് പോണതായിരുന്നു ഇഷ്ടം. പക്ഷെ എൻ്റെ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ ജോലിക്ക് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ ആരുമില്ല. കല്യാണം കഴിഞ്ഞു അധികം വൈകാതെ ഉണ്ണി ഉണ്ടായി. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ണീനെ നോക്കാനുള്ള ആരുമില്ല. വീട്ടിൽ അച്ഛനില്ല, അമ്മയില്ല, ഞാൻ തനിച്ചാണ്. അപ്പോൾ ആള് ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പിന്നെ നമ്മളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബ്ലോക്കാവും. അപ്പം അങ്ങനത്തെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടാണ് ജോലിക്ക് പോകണ്ടെന്നുള്ളൊരു തീരുമാനത്തിൽ. അതിനാൾക്ക് കുറെ നീരസങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്ന ദിവസത്തിൽ ഒരു വട്ടെങ്കിലും ഞാൻ പറയും. പക്ഷെ അതെപ്പോഴെങ്കിലും നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പ്രൊഫഷനിലേക്ക് പോവായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇൻഫ്ലുവൻസർ ആവാനുള്ള ഒരു ടൈം കിട്ടും, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ. പക്ഷെ അതെപ്പോഴെങ്കിലും നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാനിപ്പോ ജോലിക്ക് വിടാത്തതിന്റെ ഒരു നീരസം ഭാഗ്യന്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് അവിടെ അങ്ങനെ കിടക്കും, അത് നമ്മുടെ മരണം വരെ അവിടെ അങ്ങനെ കിടക്കും. ഭാഗ്യൻ ഇപ്പൊ അങ്ങനെ ബ്ലോക്ക് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് കാണുന്ന ശ്രീനെ നിങ്ങളിപ്പോ ഇന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ശ്രീ ഉണ്ടല്ലോ, ആളെ കാണില്ലായിരുന്നു. നമ്മൾ ആ ഒരു ലോകത്തേക്ക് ഇപ്പൊ തികച്ചും വ്യത്യസ്തമായ ഒരു ലോകല്ലേ നഴ്സുമാരെന്ന് പറയുമ്പോ. ഒരു എന്താ പറയാ, വേറൊരു ലോകല്ലേ. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ ലൈഫ്. അത് ഭയങ്കര എൻജോയ് ചെയ്ത്, എല്ലാവരുടെയും പോലെ നമ്മളിങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്തൊരു ജോലിയായിരുന്നു നഴ്സിംഗ് ജോലി. കല്യാണം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു ഇറങ്ങിയ ഉടനെ, അതായത് എന്റെ റിസൾട്ട് വരുന്നതിന്റെ തലേദിവസമായിരുന്നു എന്റെ കല്യാണം. റിസൾട്ട്, അതായത് 4th ഇയറിന്റെ റിസൾട്ട് വരുന്നതിന്റെ തലേദിവസമായിരുന്നു കല്യാണം. 2nd ഇയർ ആയപ്പോഴേക്കും ആളെ എൻഗേജ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പിടിച്ച് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ 2nd ഇയർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പൂനെ പോണേ. 3rd ഇയറും 4th ഇയറും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ പ്രണയകഥ ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കേട്ടാ. ബാക്കിനെ റിപ്പീറ്റ് ചെയ്യണം ആഗ്രഹം ഉണ്ടോ? ഞങ്ങൾക്ക് കേൾക്കണം ആഗ്രഹമുണ്ട്. ഒരു ഫ്രണ്ടിന്റെ ഒരു കോളിൽ നിന്നാണ് തുടങ്ങിയത് ആ കാര്യം. ആരായിരുന്നു ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്? രണ്ടാളും പ്രപ്പോസ് ചെയ്തിട്ടില്ല.
ഇല്ല. ആള് നേരെ ചെന്ന് വീട്ടിൽ ചെന്ന് ചോദിച്ചു കെട്ടിച്ചേരുമെന്ന്. ഞാൻ പറഞ്ഞേ ഒരു കാരണവശാലും എനിക്ക് എന്റെ സ്വന്തം ചേട്ടനെ പോലെ ഞാൻ എങ്ങനെ കെട്ടുന്നു. അല്ല, ആക്ച്വലി എന്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ട്, സ്മിജിൽ എന്ന് പറഞ്ഞിട്ട്. അത് ഏട്ടന്റെ അമ്മയുടെ അനിയത്തിന്റെ മകനാ. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഫ്രണ്ട്സാ. അങ്ങനെ അവൻ ചേട്ടനായിട്ടുള്ള ആ ഒരു കണക്ഷന്റെ പുറത്ത് ചേട്ടനായിട്ട് ഒരു ദിവസം ഞങ്ങൾ സംസാരിക്കാനിടയായി. അപ്പൊ ചേട്ടന്റെ അച്ഛനമ്മയും ഇല്ല. ചേട്ടന്റെ അച്ഛൻ ചേട്ടന്റെ 16ാമത്തെ വയസ്സിൽ മരിച്ചു. ചേട്ടന് 2 വയസ്സുള്ളപ്പോ 2.5 വയസ്സുള്ളപ്പോ ചേട്ടന്റെ അമ്മ മരിച്ചു. അപ്പൊ നമുക്ക് അയ്യോ പാവം ചേട്ടൻ എന്നൊരു ഫീല്, അത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമായിട്ട് നമുക്ക് തോന്നും അല്ലേ? എല്ലാവർക്കും തോന്നില്ലേ? എല്ലാവർക്കും തോന്നുന്ന പോലെ എനിക്കും തോന്നി, എന്റെ വീട്ടുകാർക്ക് അതിലുപരി തോന്നി. പിന്നെ അല്ല, ചേച്ചീന്റെ ഞങ്ങക്ക് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ ചേട്ടൻ അന്ന് ഒറ്റയ്ക്ക് നമ്മുടെ അടുത്ത് കോടാലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു. ദുശീലങ്ങളൊന്നുമില്ല, നല്ല സുമുഖനായ ഒരു, അങ്ങനെ ഇന്ന് കാണുന്ന തടിയൊന്നുമില്ല കേട്ടോ. ചേട്ടൻ അങ്ങനെ അവിടെ നിന്ന് ആള് കാണുന്നു, നമ്മള് ഫോണിൽ കൂടെ സംസാരിക്കുന്നു. ഞാൻ എന്നതിലുപരി എന്റെ അമ്മ അച്ഛനായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. എന്റെ ചേച്ചി, എനിക്കൊരു ചേച്ചിയാണുള്ളത്. എന്റെ ചേച്ചിയായിട്ട്, എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട്, എന്റെ ഏട്ടൻ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ചേച്ചി കല്യാണം കഴിഞ്ഞതാ. അപ്പൊ എനിക്ക് എന്റെ ചേച്ചി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് എന്റെ ഏട്ടൻ. അപ്പൊ ഏട്ടനായിട്ട് സംസാരിക്കുന്നു, ഇവര് തമ്മിൽ കമ്പനി ആവുന്നു. അങ്ങനെ ഞങ്ങളങ്ങനെ +2 പഠിക്കുമ്പോൾ തുടങ്ങിയ റിലേഷനാണ് കേട്ടോ. അതായത് ഞങ്ങൾ പരിചയപ്പെട്ട് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ വെച്ച് ഞാനായിട്ടുള്ള ബന്ധം ബ്രേക്കപ്പ് ആവുന്നു. ഞാൻ നേരെ വഴിക്ക് പൂനെ പോയി, നമ്മള് നഴ്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനായിട്ട് പിന്നെ വലിയ കോണ്ടാക്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പഠിച്ചത് പൂനെല. അപ്പൊ നമ്മളിങ്ങനെ നമ്മളവിടെ നഴ്സിംഗ് കംപ്ലീറ്റ്, നഴ്സിംഗ് എന്ന് പറയുന്നത് നല്ല പാടുള്ള പരിപാടിയാണ്. നമ്മൾ വിചാരിക്കുന്ന നഴ്സിംഗ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് നല്ല കുറെ പഠിക്കാണ്ട് പഠിച്ച് ഏകദേശം അതിന്റെ ഇടയിൽ ഭാഗ്യനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മൾ വിട്ടു. പിന്നെ അങ്ങനെ ഒരു പ്രണയമൊന്നും അല്ലായിരുന്നല്ലോ. അത് പ്രണയമൊക്കെ ആകുമ്പോഴല്ലേ നമ്മള് ഹാങ് ചെയ്ത് നിൽക്കുക. ഇതൊരു ചേട്ടൻ ഇല്ല, സെന്റിമെന്റ്സ് ഒന്നുമില്ല. അതൊക്കെ ആദ്യത്തെ ഒരു ദിവസം ഉണ്ടായുള്ളൂ. അത് ഫാമിലി ആയിട്ടാണ് കൂടുതൽ അടുത്തിട്ട് ആളോട് സംസാരിക്കുന്നേക്കാളും കൂടുതൽ ഫാമിലി ആയിട്ട് സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചൊന്നും പ്രണയത്തിന്റെ പുറത്തൊന്നുമല്ല. നമ്മളുടെ ലൈഫിൽ ഇല്ലാത്തൊരു സംഭവം ഈ ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. അച്ഛനമ്മ, അവരുടെ സ്നേഹം, അതൊക്കെ കിട്ടിയപ്പോൾ നമുക്കുണ്ടായ ഒരു ഇതാണ്. അതാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്. അല്ലാണ്ട് പ്രണയം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നല്ല. ആ കമ്മ്യൂണിക്കേഷൻ വിട്ടുപോയി. എന്റെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വിട്ടുപോയി. അങ്ങനെ കുറെ നാൾ ഞാൻ വിളിക്കലൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പൊ ചേട്ടനോട് ഒരു വട്ടം ആളെന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ട് കല്യാണം കഴിക്കാൻ. പറഞ്ഞേ അത് പറ്റില്ല ചേട്ടാ, കല്യാണം കഴിക്കാൻ താല്പര്യമൊന്നുമില്ല. എനിക്ക് ചേട്ടൻ ജസ്റ്റ് ഒരു സഹോദരനെ പോലെയാണ് എന്ന് പറഞ്ഞു. ഞാൻ അതങ്ങനെ വിട്ടു. അപ്പോ പിന്നെ ഞങ്ങൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്യില്ലായിരുന്നു കേട്ടോ. പിന്നെ ആള് വീട്ടില് ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മോടും അച്ഛനോടൊക്കെ ഈ കാര്യം സംസാരിക്കും. അങ്ങനെ ആള് എന്നെ വിട്ട് അച്ഛനമ്മേനും പിടിച്ചു. അപ്പൊ അവര് കൺവിൻസ്ഡ് ആയി. അവർക്ക് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നതും ഭയങ്കര സാധാരണ ഒരു ഫാമിലിയാണ്. കൂലിപ്പണിക്കാരനായ അച്ഛൻ, അമ്മ, പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു പോയി. പിന്നെ ഇവിടെ ഭാഗ്യന്റെ ഫാമിലിയിൽ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ല. ഭാഗ്യൻ ഒറ്റയ്ക്കാണ്. അതൊരു ഗച്ചാണ് കേട്ടോ. ആരും ഇല്ലാത്ത മീൻസ് ഒരു എന്താ പറയാ, അങ്ങനെ ഒരു വീട്ടിലേക്ക് എന്നെ കൊടുത്ത് വിടണം എന്നുണ്ടെങ്കിൽ അച്ഛന്റെ അമ്മര് ഞാനിപ്പോ ആലോചിക്കും കേട്ടോ. അത്രയും ആ ചേട്ടനെ വിശ്വസിച്ചിരുന്നവര്. നമ്മള് ഇപ്പൊ അന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങളുണ്ടല്ലോടാ, അതൊന്നും നമ്മള് കുറെ നാള് ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളത് ചിന്തിക്കുക. ദൈവം ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. ഞാൻ എന്റെ അമ്മയച്ഛനെ എങ്ങനെയാണ് എന്നെ പൂനെയിലേക്ക് പഠിക്കാൻ വിട്ടെന്നിടയ്ക്ക് ആലോചിക്കാറുണ്ട്. ഇന്നാണെങ്കിൽ ഞാൻ ചിലപ്പോ പോവില്ല, കാരണം അവരായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയി ഞാൻ. ഇപ്പൊ എനിക്ക് അവരെ വിട്ടു പോകണമെന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. ശ്രീകുട്ടനേട്ടനെ വിട്ടു പോകണമെന്ന് പറഞ്ഞാലും പറ്റില്ല. ജോലിക്ക് പോകണം തിരിച്ചു പൊക്കോന്ന് പറഞ്ഞാലും ചിലപ്പോ ഞാൻ പോവില്ല. അപ്പൊ ഞാൻ അവരെ പെട്ടെന്ന് ഭാഗ്യനായിട്ട് എല്ലാവരായിട്ട് അറ്റാച്ച്ഡ് ആയി. പിന്നെ അവര് നോക്കിയപ്പോ നല്ലൊരു മകൻ. ഞങ്ങള് തമ്മിൽ ഏകദേശം ഒരു 6 വർഷത്തിന്റെ പരിചയം ഉണ്ടായിരുന്നു കല്യാണം കഴിക്കുന്ന സമയത്ത്. 6 വർഷത്തിനേക്കാൾ മുകളിൽ. അതൊക്കെ മതിയല്ലോ ഒരു മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിട്ട്. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നിയപ്പോഴായിരിക്കും എപ്പോഴാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊരു ആശയം വന്നിരിക്കുന്നത്? അത് ജോലിക്കൊന്നും പോകാണ്ടായപ്പോഴേ നമുക്ക് സ്വാഭാവികം. അതെനിക്ക് അങ്ങനെ അതിനൊരു ആൻസർ ഒന്നും ഇല്ല. ഞാനത് ആക്സിഡന്റലി തുടങ്ങിയതൊരു സംഭവം. വീണ ചേച്ചിയുടെ ചാനൽ ഉണ്ടായിരുന്നു, വീണാസ് കറി വേൾഡ്. അതില് ഈ
യൂട്യൂബ് എന്റെ വിചാരം ഏഷ്യാനെറ്റ് കരിയിലൊക്കെ പോലെ ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നതാണ് നമ്മൾ കാണുമ്പോൾ വിചാരിച്ചിരുന്നത്. അന്ന് യൂട്യൂബ് ഞാൻ തുടങ്ങുന്ന സമയത്തൊന്നും ഒരുപാടൊന്നും യൂട്യൂബ് ഇന്നത്തെ അത്രയ്ക്ക് ഇപ്പൊ നമ്മുടെ ജിയോ സിം ഒക്കെ വന്നപ്പോഴാണ് യൂട്യൂബ് ഒക്കെ ഇങ്ങനെ നമ്മുടെ ഭയങ്കര ലിബറലായി യൂസ് ചെയ്ത് തുടങ്ങി. അന്നത്തെ സമയത്തൊക്കെ നമ്മളങ്ങനെ യൂട്യൂബ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അന്ന് തുടങ്ങി. ഇപ്പോൾ എനിക്ക് ഈ ഒരു വീണ ചേച്ചിയുടെ ഒരു ചലഞ്ച് വീഡിയോ ഒന്ന് ക്ലിക്കായിരുന്നു. അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്, ഇത് ഇത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ട പരിപാടിയൊന്നുമല്ല, ഏതൊരു വ്യക്തിക്കും ചാനൽ തുടങ്ങാം എന്നുള്ള കാര്യം മനസ്സിലായത്. അന്ന് നമുക്ക് സോഴ്സുകളൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. നമ്മൾ തേടി കണ്ടുപിടിച്ച് എങ്ങനെയാണ് ചാനൽ തുടങ്ങുക, എങ്ങനെയാണ് മോണിറ്റൈസേഷൻ സ്റ്റാർട്ടാക്കുക, എങ്ങനെയാണ് തമ്പനെയിൽ കൊടുക്കുക, എല്ലാത്തിനും നമുക്ക് അറിവുകൾ ഉണ്ടായില്ലേ. ഇതിന്റെ പിന്നാലെ പോയി 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 പിന്നെ നമ്മളിങ്ങനെ പറയില്ലേ, ചില സ്ഥലങ്ങളിൽ നമ്മള് എന്താ പറയുക, വിധി എന്നൊക്കെ പറയില്ലേ, അത് എത്തിപ്പെടണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും എന്ന് പറയില്ലേ, അങ്ങനെ യാദൃശ്ചികമായി എത്തിപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു സാധാരണ വീട്ടമ്മ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പറയുമ്പോൾ വീട്ടുകാർക്ക് ആക്സെപ്റ്റ് ചെയ്യും. ചേട്ടനാണെങ്കിലും ചേട്ടൻ ഓൾറെഡി ചേട്ടന്റെ കൂടെ ഫുൾ ടൈം വേണം എന്നുള്ള ഉദ്ദേശത്തിനാണോ ജോലിക്ക് പോലും പോകണ്ടെന്നൊരു ആശയം വെച്ചത്. അപ്പോൾ ഒരു വീട്ടമ്മ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അതിൽ ഫുൾ എൻഗേജഡ് ആയിരിക്കുക, ഫുൾ ടൈം അതിൽ എൻഗേജഡ് ആയിരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞു 1 മണിക്ക് 2 മണിക്കൊക്കെയാണ് ഉറങ്ങാറ്. അപ്പോൾ അതുവരെ എഡിറ്റിങ്ങിന്റെ വർക്ക് ഉണ്ടാവും, രാവിലത്തെ വീട്ടു ജോലികൾ മാനേജ് ചെയ്യണം, ഇതൊക്കെ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കാറുണ്ടോ? അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, കംപ്ലൈൻറ്റ്സ് ചേട്ടൻ പറയാറുണ്ടോ? കംപ്ലൈൻറ്റ്സ് പറയാറൊന്നുമില്ല, കാരണം ഇതിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കംപ്ലൈൻറ്റ്സ് പറയേണ്ട കാര്യമില്ലല്ലോ, ആളുടെ ജോലി ചെയ്യുന്ന മാതിരിയല്ല ചെയ്യണേ. പിന്നെ അതിൽ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ശ്രീകുട്ടനെ പഠിക്കാൻ വിടാനായാലും എനിക്ക് കടയിൽ പോകേണ്ട കാര്യങ്ങൾക്കായാലും നമ്മളുടെ ഏത് കാര്യങ്ങൾക്കായാലും ഉള്ള സമയം കഴിഞ്ഞിട്ടാണ് ആള് എനിക്ക് പോകണല്ലോ. പിന്നെ ഇപ്പോൾ അതിൽ കംപ്ലൈൻറ്റ് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മള് കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലല്ലോ, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ. അത് കാരണം കൊണ്ട് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട്. ചെയ്യുന്ന കാര്യം അത്രയും എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട്. ചേച്ചി ഇത്ര കാര്യങ്ങൾ പറഞ്ഞതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് സ്ട്രൈക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചേട്ടന്റെ ചൈൽഡ്ഹുഡ്. ഇനി ഞങ്ങൾക്ക് കേൾക്കേണ്ടത് ചേട്ടന്റെ ചെറുപ്പകാലത്തിനെ പറ്റിയാണ്. ഇപ്പോൾ അമ്മ 2 വയസ്സിൽ മരിച്ചു എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ 16-ാം വയസ്സിൽ അച്ഛൻ മരിച്ചു. അപ്പൊ ആ ഒരു ലൈഫ് ടൈം എങ്ങനെയായിരുന്നു? ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊക്കെ കേൾക്കാനോ കുറച്ചുകൂടി ഇതായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ആ സമയത്തൊക്കെ കുട്ടികളെ ചെറിയ കുട്ടിയായിരുന്നല്ലോ, സമയത്തൊക്കെ അച്ഛനും അമ്മയും ഇല്ലാതെ എങ്ങനെ അത് ബാലൻസ് ചെയ്തു? അപ്പോൾ ഇവർ രണ്ടുപേരെയും നോക്കിയിരുന്നത് ആരാ? അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നും ശരിയാണ്. ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുള്ള സമയത്തല്ല, 2 വയസ്സുള്ള സമയത്തൊക്കെ അമ്മ മരിച്ചിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഇവിടെ എത്തിയെന്നാ പറയാൻ പറ്റുള്ളൂ, കാരണം അങ്ങനെ നോക്കാനായിട്ടുള്ള ആളുകൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ അത്യാവശ്യം ചെറുതായിട്ട് മദ്യപിക്കുന്ന ആളായിരുന്നു, അതുകൊണ്ടാണ് അമ്മ മരിക്കാനും കാരണം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്താ പറയുക, ഞാനുണ്ടായി, പെങ്ങളുണ്ടായി. പെങ്ങളെ കുറച്ച് കാലം അമ്മ വീട്ടുകാർ കൊണ്ടുപോയിട്ട് അവിടെയാണ് വളർന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ ബന്ധുക്കളുടെ ചുറ്റുപാടും ബന്ധുക്കളാണ്, അവരുടെയൊക്കെ ഒരു സഹായം കൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ വളർന്നു വന്നു. എഡ്യൂക്കേഷനൊക്കെ ഞാൻ പ്രീ ഡിഗ്രി വരെയാണ് പഠിച്ചിട്ടുള്ളത്. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ 2ാമത് കല്യാണം കഴിച്ചിരുന്നു. പിന്നെ ലൈഫ് ഒന്ന് സെറ്റായി, അച്ഛൻ്റെ ഇതൊന്നും കുഴപ്പമില്ലാത്ത ഇതായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് 19 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പെങ്ങളെ കല്യാണം കഴിച്ച വീട്ടിലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. കാരണം അതിലും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അച്ഛൻ 2ാമത് കല്യാണം കഴിച്ചതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ 17 വയസ്സുള്ളപ്പോൾ വേറെ വീട് വെച്ച് താമസിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തനിയെ 17ാമത്തെ വയസ്സിലൊരു ചെറിയ വീട് എന്ന് പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിൽ പണിത വീടാണ്. അതായത് പ്രീ ഡിഗ്രി പഠിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉടനെ തന്നെ വീട് പണിയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. വീട്ടിൽ നിന്ന് അങ്ങനത്തെ സിറ്റുവേഷനായി. അച്ഛൻ ഞങ്ങൾക്ക് സ്ഥലമൊക്കെ തിരിച്ചു തന്നിരുന്നു കേട്ടോ, വീട് വയ്ക്കാനുള്ള സ്ഥലവും അത്യാവശ്യം ഇതൊക്കെ തിരിച്ചു തന്നിരുന്നു. അതിൽ ഞാൻ തന്നെ നമ്മുടെ തന്നെ പ്രയത്നം കൊണ്ട് വീട് വെച്ചു. പെങ്ങളെ കല്യാണം കഴിച്ചു വിട്ടു. 19 വയസ്സായപ്പോഴേക്കും ഇതൊക്കെ കഴിഞ്ഞു. പിന്നെയാണ് നമ്മൾ കച്ചവടത്തിലേക്ക് ഇറങ്ങിയത്. കൃഷിയായിരുന്നു, കൃഷി രക്ഷയില്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഇതും യാദൃശ്ചികമായിട്ട് നമ്മൾ കച്ചവടത്തിലേക്ക് എത്തിപ്പെട്ടതാണ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് അത് മാത്രമായി കുറേ വർഷങ്ങൾ. പിന്നെ വേറെ ഒന്നും നോക്കാനില്ലല്ലോ, നമ്മളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, അങ്ങനത്തെ ഒരവസ്ഥയായി. അപ്പൊ ജോലിക്ക് ഇറങ്ങി തുടങ്ങിയത് ഏതൊരു സമയത്താ? പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോ തൊട്ട് എന്തെങ്കിലും ജോലിക്ക് ഇറങ്ങി തുടങ്ങി? പണ്ടത്തെ നമ്മുടെ അച്ഛനമ്മമാരെ ആ കാലഘട്ടത്തില് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലിക്ക് പോവാതൊന്നുമല്ല. ആ സമയത്ത് നമ്മൾ കൃഷി അല്ലെങ്കിൽ നാട്ടിലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകും, കഷ്ടി അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോകും. അതിനിടയിൽ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ 19 വയസ്സുള്ള സമയത്ത് എനിക്ക് 10,000-70,000 രൂപ കടം ഉണ്ടായിരുന്നു. കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പലിശ കൊടുക്കണ കട.
70,000 രൂപയ്ക്ക് നമ്മൾ ചിലപ്പോൾ ഒരു 5,000 രൂപ 6,000 രൂപ ഒരു മാസം പലിശ കൊടുക്കണം. അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ വീട് വെച്ചിരുന്നത്. അന്ന് നമുക്ക് കൂലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പണിക്ക് പോയാൽ കൂലി കിട്ടാൻ 100 രൂപ കൂലി കിട്ടുന്ന സമയമാണെന്ന് ആലോചിക്കണം. ഒരു മാസം മുഴുവൻ പണിക്ക് പോയി കഴിഞ്ഞാലും ആൾക്ക് പലിശയുടെ പകുതി കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് അവസ്ഥ അന്നത്തെ കാലഘട്ടത്തിൽ. ആ സമയത്താണ് നമ്മൾ വീടൊക്കെ വെച്ചിട്ട് ഇത്രയും ബാധ്യതയിൽ നിന്നിരുന്നത്. പെങ്ങളുടെയും കൂടെ കല്യാണം കഴിഞ്ഞപ്പോൾ കടം അതിൻ്റെ ഇരട്ടിയായി. കടം തരാൻ ആളുകളുണ്ടായിരുന്നു, കാരണം നമുക്ക് അത്യാവശ്യം സ്വത്തുണ്ട്, ഭൂസ്വത്തുണ്ടായിരുന്നു. അപ്പോൾ കടം തരാൻ ആൾക്കും പേടിക്കേണ്ട കാര്യമില്ല. അന്നത്തെ കാലമൊക്കെ അങ്ങനെയായിരുന്നു. പലിശയ്ക്ക് കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ പലിശയ്ക്ക് കിട്ടും. പിന്നെ നമ്മളാരുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ടെന്നും ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ. അത് കാരണം പലരുടെ കയ്യിൽ നിന്നാകുമ്പോൾ കുറേ പൈസകളാവും അത്. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റിയത് ഈ ബിസിനസ് കൊണ്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ വഴിയോര കച്ചവടമായിട്ട് ചെറിയ രീതിയിൽ 2 ചാക്ക് വിരിച്ച് കച്ചവടം ആരംഭിച്ചതാണ്. തൃശ്ശൂർ ഫുട്പാത്തിൽ കച്ചവടം ആരംഭിച്ചതാണ്. അവിടെ നിന്ന് നമ്മൾ അതിനും ഒരു കഥയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കാർഷികോൽപ്പന്നം കൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമുക്ക് 2 രൂപയും 3 രൂപയാണ് വില കിട്ടുന്നത്. അത് വാങ്ങിച്ച ആൾ അത് ഇതുമാതിരി പ്ലാറ്റ്ഫോമിൽ വെച്ച് വെക്കുന്നത് 10 രൂപയ്ക്കാണ്. ഇത് നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഉള്ളിലത്തെ ആ കച്ചവടക്കാരന് ഉണർന്നു വരുന്നത്. നമ്മൾ സ്വയം നമ്മളുടെ സാധനങ്ങൾ കൊണ്ടുപോയി അങ്ങനെ ഒരു റോഡ് സൈഡിൽ വെച്ച് വിൽപ്പന ആരംഭിച്ചു. അപ്പോൾ അതിൽ നിന്ന് നമ്മളുടെ ഉൽപ്പന്നത്തിന് നമുക്ക് നല്ല വില കിട്ടുന്നൊരു അവസ്ഥ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ വക സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് 2 രൂപയ്ക്കും 3 രൂപയ്ക്കും കിട്ടും. അപ്പോൾ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കേണ്ട കാര്യമില്ല, നമുക്ക് കച്ചവടം ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനമായി. അങ്ങനെയാണ് നമ്മൾ ആ മേഖല കണ്ടിന്യൂ ചെയ്യാൻ. അല്ല, അപ്പൊ ഈ 19 വയസ്സിലൊക്കെ സ്വന്തമായി കൃഷി ചെയ്യാനൊക്കെ തുടങ്ങിയിരുന്നു വീടിന്റെ? അതിനേക്കാളും മുന്നേ തുടങ്ങിയായിരുന്നു. ഇവിടെ നമ്മുടെ ഏരിയ അങ്ങനെയല്ലടാ. പാടക്കെ പറക്കി വിറ്റാലും കാശ് കിട്ടും, കശുവണ്ടി പറക്കി വിറ്റാലും കാശ് കിട്ടും. ഇവര് അച്ഛൻ്റെ കീഴിൽ ഒരു 3-4 ഏക്കർ 3 ഏക്കർ ഭൂമികളുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിൽ നിന്ന് 17 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ നമുക്കതിൽ നിന്ന് ഒരു 1.5 ഏക്കർ ഭൂമിയോളം ഞങ്ങൾക്ക് പെങ്ങൾക്കും കൂടി 2 ഏക്കർ ഭൂമിയോളം അച്ഛൻ തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കൃഷി ചെയ്യാം, അതിലത്തെ വരുമാനങ്ങൾ എടുക്കാം. അങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം പോയിരുന്നു. പക്ഷേ അതിൽ വരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് വിജയിക്കാനൊന്നും പറ്റില്ല. കൃഷി ഇപ്പോൾ 2 ഏക്കർ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടായാലും ഒക്കെ ഓരോ സീസൺ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനേക്കാളും ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ ഗുണമെന്ന് തോന്നിയിട്ട് നമ്മൾ പല കൃഷികൾ മാറി മാറി ചെയ്യും. പക്ഷേ അതിനേക്കാളും നല്ലത് കച്ചവടമാണെന്ന് തോന്നിയപ്പോൾ നമ്മളുടെ ലൈഫിൽ അങ്ങനെ തോന്നിയപ്പോൾ നമ്മൾ അതിലേക്ക് മാറിയതാണ്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. അതിൽ നിന്ന് നമുക്ക് നല്ല ഗുണങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഫസ്റ്റ് എവിടെയാ ഷോപ്പ് ഇട്ടത്? കോടാലിയിലാണ്. ഷോപ്പായിട്ടിട്ടത് കോടാലിലാണ്. അതിന് മുമ്പൊക്കെ ആമ്പല്ലൂർ കുറേ നാളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ കൂടെ പഠിക്കുന്ന ആളുകൾ പഠിച്ചിരുന്ന പ്രീ ഡിഗ്രിക്ക് പഠിച്ചായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നവരൊക്കെ കോളേജിൽ പോണ സമയത്ത് ഞാൻ വഴിയോരത്ത് പച്ചക്കറി വിൽക്കുമായിരുന്നു. നമ്മളുടെ സൈഡിൽ കൂടെ അവർ ബാഗും തൂക്കി പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല. നമുക്കന്ന് വലിയ സങ്കടമൊന്നും തോന്നിയില്ല. കാരണം നമ്മളുടെ അവസ്ഥ അങ്ങനത്തെയാണ്. നമ്മൾ അതൊക്കെ തരണം ചെയ്ത് പോകേണ്ട ആളാണെന്നുള്ള ബോധ്യം നമുക്ക് അന്നുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണല്ലോ കല്യാണം ഉറപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ വീട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ശ്രീ ചേച്ചിയുടെ അമ്മൂടെ അച്ഛനോടാണ് ഫസ്റ്റ് സംസാരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീ ചേച്ചിക്ക് അറിയാത്ത എന്തെങ്കിലും അമ്മയും അച്ഛനും സംസാരിച്ചിട്ട് നിങ്ങൾ 3 പേരും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷനിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും റിജക്ഷൻസ് ഉണ്ടായില്ലേ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാനൊന്നും കോടല്ലായിരുന്നപ്പോഴും ആരും ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ കച്ചവടം കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഞാൻ തനിച്ചായിരുന്നു എന്ന് പറഞ്ഞില്ലേ. എൻ്റെ ഷോപ്പിലും ഞാൻ തനിച്ച വരുന്ന കസ്റ്റമേഴ്സായിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞൊരു 9 മണിക്ക് ഷോപ്പ് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റൂമിൽ പോയി കഴിഞ്ഞ് ഞാൻ തനിച്ചാണ്. ആ സമയത്ത് എനിക്ക് സംസാരിക്കാവുന്ന ആകെയുള്ള ആൾക്കാർ അച്ഛനമ്മ അല്ലെങ്കിൽ ആളായിരുന്നു, ഫ്രീ ആയിരുന്നു അന്ന് പ്രണയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, നല്ല ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾ. അച്ഛനോടും അമ്മോടും ഈ ഒരു പ്രപ്പോസലിന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ റെസ്പോൺസ് എന്തായിരുന്നു? അച്ഛനമ്മക്ക് ഇഷ്ടമായിരുന്നു തന്നെ. അപ്പോൾ കല്യാണം കഴിച്ചു നമ്മളെ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. നമ്മൾ ഇഷ്ടമുള്ളവരോടാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അവരാണ് എന്നോട് പിന്നാലെ നടന്ന് എത്ര നാളവരെന്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. അച്ഛനും അമ്മയാണ് എപ്പോഴും പറയാറ് നമുക്കത് ആലോചിക്കാം, പ്രൊസീഡ് ചെയ്യാം. അപ്പൊ എന്റെ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണമൊക്കെ പഠനം കഴിഞ്ഞ് നേരെ പറക്കുക. അതായത് ഒരു ഭയങ്കരമായ നേഴ്സാവുക, എല്ലാവരും സഹായിക്കുക, ഫ്രീ ആയിട്ട്. ഞാൻ ഭാഗ്യം എന്റെ ജീവിതത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു. എനിക്കങ്ങനെ കല്യാണം എന്നുള്ള ഒരു ചേച്ചി അച്ഛനമ്മ ഞങ്ങൾ 4 ആളാണ്. ഞാൻ പോയി പിന്നെ 5 അച്ഛനമ്മേനെ ആരാണ് നോക്കുക? ഇപ്പോഴും ശ്രീകുട്ടൻ പറയുന്ന പരാതിയാണ്. അല്ലെങ്കിൽ മമ്മേനെയും പപ്പേനെയും അല്ല അമ്മയ്ക്ക് ഇഷ്ടം.
ഞാൻ അച്ഛനമ്മോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാ. നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അമ്മ അച്ഛൻ എന്ന് പറയുന്നത് നമ്മളൊരു 8 പേരടങ്ങുന്ന ഒരു സർക്കിൾ ഉണ്ടല്ലോ, അത് ഭയങ്കര സ്ട്രോങ് ആ. ശരി, നമുക്കൊരു ചെറിയ ഗെയിമിംഗ് സെക്ഷനിലേക്ക് പോവാം. ഒരു കുഞ്ഞു കുസൃതി ചോദ്യ സെക്ഷനിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ശ്രീകുട റെഡി അല്ലേടാ? വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? വഴി. ശരിയല്ലേ? ഒരു കൈയടി പറഞ്ഞിരിക്കുന്നു. നമുക്ക് ആൻസർ അറിയില്ല എന്നുള്ളത് പോലെ ഇരുന്നിട്ട് കുറച്ചേരം ആലോചിക്കുന്ന പോലെ കണ്ടിട്ട് അവസാനം വഴി. ഞാൻ മുടിയാന്ന് വെട്ടുന്നൊരു നീളം വെക്കുന്നത് വഴിയല്ലേ? വഴി വെട്ടുന്നോറും നീളം കൂടുന്നു. അത് കുസൃതി ചോദ്യം അല്ല, കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണുള്ളത്. പക്ഷെ വെട്ടിയില്ലെങ്കിലും നീളം വെക്കുമല്ലോ. ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ഈ. ഇതൊക്കെ നമ്മൾ പണ്ട് വിട്ടതാ. ചപ്പാത്തിയും ചിക്കൻ ഗുനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചപ്പാത്തിയും ചിക്കൻ ഗുനിയും ചിക്കൻ കറി എന്നാണോ ഉദ്ദേശിച്ചത്? ചിക്കൻ എന്താണ് അറിയാമായിരുന്നേ? ചിക്കൻ ഗുനിയാവില്ല, വേറെ എന്തെങ്കിലും വായിച്ചു തെറ്റിയതോ? അല്ല, ചപ്പാത്തിയും ചിക്കൻ ഗുനിയയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചപ്പാത്തിയും ചിക്കൻ ഗുനിയയും ചപ്പാത്തി വേറെ ചിക്കൻ ഗുനിയും വേറെ, രണ്ടും വേറെയാണ്. അതന്നെ അതിന്റെ വ്യത്യാസം. ചപ്പാത്തിയും ചിക്കൻ ഗുനിയും. ചിക്കൻ ഗുനിയെന്ന് പറഞ്ഞ ചിക്കൻ റോളാണോ? അല്ലടാ, ചിക്കൻ ഗുനിയ. ചിക്കൻ ഗുനിയ എന്ന് പറഞ്ഞാൽ പനിയെ കുഞ്ഞോ അല്ലേ? തോറ്റാ. എന്തെങ്കിലും പറയാ. ഒരു ചെറിയ ക്ലൂ വേണമെങ്കിൽ തരാം. ചപ്പാത്തിയും ചിക്കൻ ഗുനിയും രണ്ടും 2 കാറ്റഗറി ആണല്ലോ. അപ്പോ ചപ്പാത്തി പരന്നിരിക്കും, ചിക്കൻ ഗുനിയ ഉരുണ്ടിരിക്കും. ചപ്പാത്തിയും ചിക്കൻ ഗുനിയും ചപ്പാത്തി തിന്നണ സാധനമാണ് ചിക്കൻ ഗുനിയ. ഒരു പനിയാണ്. അതുമല്ല, ചിക്കൻ ഗുനിയ നമ്മൾ ഉരുണ്ടിരിക്കും. അതാരാ പറഞ്ഞു? ശരി, ചപ്പാത്തി മനുഷ്യൻ പരത്തും, ചിക്കൻ ഗുനിയ കൊതുക് പരത്തും. ഓ ശരിയാ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. വിശപ്പുള്ള രാജ്യം? ഹംഗറി. ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം? ധാരാളം ആളുകള് കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം? സി. സി അല്ല. ധാരാളം ആളുകൾ കൂടുന്നതോ? കൂടുന്ന മീൻസ് കൂട്ടം ചെയ്യുക, ഒരുമിച്ചാവുക. ബീവറേജിലൊക്കെ ഉണ്ടാവും. ക്യൂ. അവിടെ മാത്രല്ല, പക്ഷെ അതായിരുന്നല്ലോ, അതും ഡയറക്ടറുടെ ഹിന്റ് ആണ് കേട്ടോ. കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരുപോലെ കാണാവുന്ന ഒന്ന്? റെഡ്. അയ്യോ, ബ്ലാക്ക്. ശ്രീകുട്ടൻ നമ്മളെ ചേച്ചിയുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കണം. നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അല്ല, നല്ലതുണ്ട് പൊട്ടിയുണ്ട്, എന്നാലും ചിലപ്പോ ഒരുപക്ഷെ ഒരുപാട് മനുഷ്യരെ വളർത്തുന്നതും അതാണ്. ഇത്ര ആലങ്കാരികമായി ക്ലൂ ആരും തന്നിട്ടുണ്ടാവില്ല. തോറ്റ. സ്വപ്നം. കറക്റ്റ് ആൻസർ. ശബ്ദം ഉണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ്? ശബ്ദം ഉണ്ടാക്കിയ പൊട്ടുന്ന ലെൻസ്? സൈലൻസ്. ചേച്ചി സ്കോർ ചെയ്ത് പോവാണല്ലോ. ചേച്ചി സ്കോർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ ഗെയിമിംഗ് സെക്ഷനിൽ. അമ്മ വിജയിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ ഡയറക്ടർ ഷോ കഴിയുമ്പോ സ്പെഷ്യൽ ഗിഫ്റ്റ് തരും കേട്ടോ. തന്നിലേക്ക് ഇവിടുന്ന് വിടില്ല ഞാൻ.